കുറ്റം ചെയ്തവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. അതാണല്ലോ പോലീസിന്റെ ജോലി എന്ന് പറഞ്ഞാൽ. സംയമനം പാലിക്കാൻ വേണ്ടിയാണ് ശ്രമിച്ചതെന്നും അണികളെയൊക്കെ ശാന്തരാക്കാൻ വേണ്ടിയാണ് ശ്രമിച്ചതെന്നും അവർക്ക് കൃത്യമായ ബോധ്യമുണ്ട്. ഇപ്പൊ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ഒത്തുതീർപ്പല്ല, അവര് 4 പേരെ ഒരാളെ നേരത്തെ തന്നെ പിടിച്ചു. അല്ല, നമ്മൾ തീർപ്പാക്കിയതില്ല. നമ്മൾ തുടക്കം മുതൽ തന്നെ അവിടെ നടന്ന അനിഷ്ട സംഭവത്തിൽ ശക്തമായിട്ടുള്ള പ്രതികരണം നടത്തിയത്. അങ്ങനെ ആകാൻ പാടില്ലായിരുന്നു. അവിടെ രാവിലെ നടന്നത് അസാധാരണമായിട്ടുള്ളൊരു കാര്യമാണ്. 10 വർഷം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ഇപ്പോൾ പ്രതിപക്ഷ നേതാവായിട്ടുള്ള കേരളത്തിൻ്റെ സമുന്നതനായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവിനെ 8 മണിക്കൂർ നേരം തടഞ്ഞു വെച്ച കാര്യമാണത്. അദ്ദേഹത്തിൻ്റെ പേരിൽ യാതൊരു കുറ്റവുമില്ല. അദ്ദേഹത്തിൻ്റെ മകളുമായി ബന്ധപ്പെട്ട എക്സാലോജിക് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ കാര്യമാണ് അവർ പറയുന്നത്. അത് അവരോട് ചോദിക്കേണ്ട കാര്യമാണ്. അതിന് പകരം അദ്ദേഹം വാടകയ്ക്ക് താമസിക്കുന്ന, അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതി പോലുമല്ല, അദ്ദേഹത്തിൻ്റെ ഭാര്യയും അദ്ദേഹവും മകനും ചെറിയ കുട്ടിയും മാത്രം താമസിക്കുന്ന വീട്ടിൽ കയറി ഏതാണ്ട് ആരും അറിയാതെ, സംസ്ഥാന പോലീസ് സേനയോ അല്ലെങ്കിൽ മറ്റാരും അറിയാതെ രാവിലെ 7 മണിക്ക് ഇടിച്ച് കയറി വാതിലെല്ലാം ക്ലോസ് ചെയ്ത് അദ്ദേഹത്തെ പീഡിപ്പിച്ച ഒരു കാര്യമെന്ന് പറയുന്നത് അതൊരു ചെറിയ കാര്യമല്ല, വളരെ വലിയ കാര്യമാണ്, അസാധാരണമായിട്ടുള്ള കാര്യമാണ്. സ്വാഭാവികമായും വലിയ പ്രതിഷേധം അതിനെതിരായിട്ട് ഉയർന്നു വരും. പക്ഷേ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളെ നമ്മൾ അംഗീകരിക്കുന്നില്ല. ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ അത് അറസ്റ്റ് ചെയ്തു. അവർ പോലീസ് വഴിയിൽ വെച്ച് അറസ്റ്റ് ചെയ്തെന്നാണ് പറയുന്നത്. അവർ കാരണം പറഞ്ഞത് ഇവിടെ ആളിരിക്കുന്നു എന്നാണ്. ഞങ്ങൾ അപ്പോഴേ അവരോട് പറഞ്ഞു, നിങ്ങൾ ഇതിനകത്ത് കയറണ്ട, ഇവിടെ ആരുമില്ല, കയറി നോക്കി പരിശോധിക്കാനായിട്ടുള്ള കാര്യമൊന്നുമില്ല എന്ന് ഞങ്ങൾ പറഞ്ഞു. പാർട്ടി ഓഫീസിനകത്ത് നിങ്ങൾ കയറേണ്ട കാര്യമില്ല എന്ന് അവരോട് പറഞ്ഞു. ഇപ്പോൾ 4 പേരെ അറസ്റ്റ് ചെയ്തു എന്നാണ് കേട്ടത്. പേരെൻ്റെ എനിക്കറിയില്ല. ഒരു ശ്രീജിത്തിൻ്റെ കാര്യം എനിക്കറിയാം. ബാക്കിയുള്ള 3 പേരെ പോലീസ് എവിടെയാണ് കൊണ്ടുപോയിരിക്കുന്നതെന്നും അറിയാൻ വയ്യ. ഞാനും ശിവൻകുട്ടി അത് നിശ്ചയമായിട്ടും ഒത്തുതീർപ്പല്ല, അവര് 4 പേരെ ഒരാളെ നേരത്തെ തന്നെ പിടിച്ചു. അവർ പറഞ്ഞത് ഈ പാർട്ടി ഓഫീസിനകത്ത് പ്രതികളുണ്ടെന്നാണ് പറഞ്ഞത്. ഒരാളും പാർട്ടി ഓഫീസിനകത്ത് ഉണ്ടായിരുന്നില്ല. നിങ്ങളെല്ലാം ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അതായത് നമ്മളെ അറിയിച്ചത് ജോയണ 4 പേരെ അറിയിച്ചു. ഒന്ന് ശ്രീജിത്താണ്, നിയമ ഏരിയ സെക്രട്ടറി ശ്രീജിത്താണ് ഡിവൈഎഫ്ഐയുടെ. മറ്റു 3 പേര് ആരൊക്കെയാണ്? അല്ല, അവരിപ്പോൾ 3 പേരെ കൂടെ പിടിച്ചു എന്ന് പറഞ്ഞു. ഞങ്ങളിപ്പോൾ അങ്ങോട്ട് പോകാൻ പോവുകയാണ്. അല്ല, അവർ ഇടയ്ക്ക് പിടിച്ചു എന്നാണ് ഇപ്പോൾ പറഞ്ഞത്. ഞങ്ങളിപ്പോൾ അങ്ങോട്ട് പോകാൻ പോവുകയാണ്, മറ്റേ മ്യൂസിക് സ്റ്റേഷനിലേക്ക് പോകാൻ പോവുകയാണ്. ആരൊക്കെയാണെന്ന് ഇപ്പം നോക്കിയിട്ട് പറയാം. കുറ്റം ചെയ്തവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. അതാണല്ലോ പോലീസിന്റെ ജോലി എന്ന് പറഞ്ഞാൽ. നിയമ നടപടിയായിട്ട് അവർക്ക് മുന്നോട്ട് പോകാനുള്ള അവകാശവും അധികാരവും ഉണ്ടല്ലോ. അതെ. മാത്രമല്ല അവർക്ക് തന്നെ കൃത്യമായിട്ട് ബോധ്യമുള്ള കാര്യമാണ്, ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ നേതാക്കളും സമാധാനപരമായൊരു പ്രതിഷേധമാണ് ഞങ്ങൾ ആഗ്രഹിച്ചതെന്നും സംയമനം പാലിക്കാൻ വേണ്ടിയാണ് ശ്രമിച്ചതെന്നും അണികളെയൊക്കെ ശാന്തരാക്കാൻ വേണ്ടിയാണ് ശ്രമിച്ചതെന്നും അവർക്ക് കൃത്യമായ ബോധ്യമുണ്ട്. ഞങ്ങൾ രാവിലെ വന്ന സമയത്ത് ഇവിടെ പോലീസിൻ്റെ എണ്ണം എത്രയായിരുന്നു? വളരെ ചെറുതല്ലേ? ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇറച്ചി കയറിയിട്ട് വേണമെങ്കിൽ തടസ്സപ്പെടുത്തിക്കൂടായിരുന്നോ? നിങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലേ? എന്തെങ്കിലും തരത്തിലുള്ള തടസ്സപ്പെടുത്തി നിങ്ങൾ നടത്തിയോ? അവിടെ വൈകാരികമായ ചില മുഹൂർത്തം വന്നു എന്നുള്ള അത് ദൗർഭാഗ്യകരമായ ഒരു കാര്യമാണ്. അത് ദൗർഭാഗ്യകരമായ ഒരു കാര്യമാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ ഇതുപോലുള്ള പ്രതിഷേധങ്ങളിൽ പലപ്പോഴും അങ്ങനെയുള്ള ഈ പറയുന്ന രോഷത്തിൻ്റെ വേലിയേറ്റങ്ങൾ ഉണ്ടാകും. പക്ഷേ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു തരത്തിലും അതുപോലുള്ളൊരു അക്രമ സംഭവത്തെ ന്യായീകരിക്കാനുള്ള നടപടി ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ പോലീസിന് ഞങ്ങൾ പൂർണ്ണ സഹകരണം വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് ഞങ്ങൾ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അതായത് നിങ്ങളുടെ ഭാഗത്ത് തെളിവുണ്ട്, മാത്രമല്ല നമ്മുടെയൊക്കെ ക്യാമറകളിലും നമ്മുടെ ടെലിവിഷൻ ക്യാമറകളിലൊക്കെ ഈ സംഭവങ്ങളെല്ലാം പൂർണ്ണമായി പതിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആരാണ് നിയമവിരുദ്ധമായിട്ട് അല്ലെങ്കിൽ നിയമലംഘനം നടത്തിയത് അവരുടെ മുഖങ്ങളുണ്ട്, അവരുടെ എല്ലാ വിവരങ്ങളും ഉണ്ട്. അതനുസരിച്ച് നമുക്ക് നടപടിയിലേക്ക് മുമ്പോട്ട് പോകാം. അതിനോട് സഹകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഇനി അഥവാ ഇന്നൊരു വ്യക്തി ഇങ്ങനെ കാറിൻ്റെ മുകളിൽ ഇടിക്കുന്നത് കണ്ടു, അപ്പോൾ ആ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ ആ വ്യക്തിയുടെ അഡ്രസ്സ് പോലും ഞങ്ങൾ പറഞ്ഞു കൊടുക്കാൻ തയ്യാറാണ്, ഞങ്ങൾക്കറിയാവുന്ന ആളാണെങ്കിൽ. അതല്ലെങ്കിൽ ഇന്നത്തെ സാഹചര്യത്തിൽ കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ലല്ലോ. മറിച്ച് ഇപ്പോൾ ഇവിടെ ഒരു സീന് ഉണ്ടാക്കിയിട്ട് ഒരു കലാപപരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നതിനോട് ഞങ്ങൾക്ക് താല്പര്യമില്ല എന്നുള്ള കാര്യം ഞങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞിട്ടുണ്ട്. അവർക്കത് ബോധ്യപ്പെട്ടു എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നത്. 101%. എന്താ കാരണം എന്ന് വെച്ചാൽ നിയമപരമായിട്ടുള്ള ജനാധിപത്യപരമായിട്ടുള്ള ഒരു പ്രതിഷേധം മാത്രമാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്, ഞങ്ങളിവിടെ നടപ്പിലാക്കിയത്. ഒറ്റപ്പെട്ട സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെതിരെ നടപടിയെടുക്കാൻ പോലീസിന് എല്ലാവിധ
സ്വാതന്ത്ര്യവും അവകാശവുമുണ്ട്. നിയമത്തിൻ്റെ വഴിക്ക് പോകണം തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. സംസ്ഥാന വ്യാപക പ്രതിഷേധം തുടരാൻ തന്നെയാണോ തീരുമാനം? തീർച്ചയായിട്ടും സംസ്ഥാന വ്യാപകമായ പ്രതിഷേധം തുടരും. ഇടതുപക്ഷത്തിൻ്റെ പ്രതിഷേധം തുടരും. ഇന്ന് രാത്രിയിലും പന്തം കൊളുത്തി പ്രകടനം ഉൾപ്പെടെയുള്ള ഉണ്ടാവും. ഇത് വലിയൊരു പ്രതിഷേധമായിട്ടാണ് ഇത് അലയടിക്കുന്നത്. ആക്രമികളെ തടയുവാൻ വേണ്ടി നേതൃത്വം ഇടപെടുന്ന ദൃശ്യത്തിലൊന്നും ഇല്ലായിരുന്നു. ഏതാക്രമികൾ നിങ്ങൾ കണ്ടതല്ലേ? ഞങ്ങളുടെ നേതാക്കന്മാർ മുഴുവൻ അവരെ സമാധാനിപ്പിക്കാനല്ലേ ശ്രമിച്ചത്. അല്ല, ആരെങ്കിലും ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇവിടെ ഇപ്പോൾ ഒരു ഡസനിലേറെ സുഹൃത്തെ, ഒരു സെക്കൻഡ്, നിങ്ങൾ ചോദ്യങ്ങളല്ലേ ചോദിക്കേണ്ടത്. ഇപ്പോൾ ജനൻ ടി വിക്ക് വേണ്ടി പ്രത്യേകിച്ച് ഇതിൻ്റെ ഉള്ളടക്കം ഉണ്ടാക്കണമെങ്കിൽ ഒരു കാര്യം ഞാൻ അങ്ങോട്ട് മാറി നിൽക്കാം. അതായത് നിങ്ങൾ സ്പെസിഫിക് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കും. ഞാൻ അങ്ങോട്ട് ഒളിക്കുന്നില്ലല്ലോ. ഞാൻ കൃത്യമായി ഞാൻ പറഞ്ഞല്ലോ ഒരു സെക്കൻഡ് അതായത് ഒരു സെക്കൻഡ്, ഇന്ന് റെയ്ഡ് നടന്നത് സഖാവ് പിണറായി വിജയന്റെ വീട്ടിലാണ് സ്വാഭാവികമായിട്ട്. മാത്രമല്ല, റെയ്ഡുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങളും ഇപ്പോൾ ഉയരുന്നുണ്ട്. എന്തിനു വേണ്ടിയായിരുന്നു ഈ റെയ്ഡ്? ആരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയായിരുന്നു? ആരൊക്കെയാണ് ഈ റെയ്ഡിന് പിന്നിൽ ഒത്തുകളിച്ചത്? അതിൽ കോൺഗ്രസിന്റെയും BJPയുടെയും പങ്കാളിത്തം എന്താണ്? സഹകരണം എന്താണ്? എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇവിടെ രാഹുൽ ഗാന്ധി വന്നിട്ട് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടണമെന്ന് പറഞ്ഞത്? അതൊക്കെ ചോദ്യങ്ങളല്ലേ? അത് മാത്രമല്ല, ഈ സീമാറിൽ നിന്ന് പണം കൈപ്പറ്റിയ 2 പേർ ഇന്ന് സെക്രട്ടേറിയറ്റിൽ മന്ത്രിമാരായി വിരാജിക്കുന്നു. ഇതൊക്കെ ചോദ്യങ്ങളല്ലേ? ആ ചോദ്യങ്ങളൊക്കെ ഞങ്ങൾ ചോദിക്കില്ലേ? നിയമത്തിന്റെ വഴിക്ക് പോകണം. നിയമാനുസൃതമായിട്ടുള്ള എല്ലാ അന്വേഷണങ്ങളിലും കേന്ദ്ര ഏജൻസികൾക്ക് വ്യാപൃതരാകാവുന്നതാണ്. നടന്നോട്ടേന്ന് ഞങ്ങൾക്ക് ജനാധിപത്യപരമായി പ്രതിഷേധിക്കാനുള്ള അവകാശമില്ലേ? ഇല്ലേ? ഒരു സെക്കൻഡ്, അതായത് കേന്ദ്ര ഏജൻസികൾ, ഞാൻ പറഞ്ഞല്ലോ, അതിലെന്തെങ്കിലും നിയമലംഘനം നടന്നിട്ടുണ്ടെങ്കിൽ നടപടി എടുക്കണം, പോലീസ് എടുക്കട്ടെ, അതിനോട് ഞങ്ങൾ സഹകരിക്കുമെന്ന് പറഞ്ഞല്ലോ. ഒരു സംശയ കാര്യത്തിലല്ലോ. മാത്രമല്ല, കേന്ദ്ര ഏജൻസികളെ ആയുധവൽക്കരിക്കുന്നു എന്ന് പറഞ്ഞത് CPM അല്ലല്ലോ. കേന്ദ്ര ഏജൻസികളെ ആയുധവൽക്കരിക്കുന്നു പറഞ്ഞ സുപ്രീം കോടതിയില്ലേ? അതായത് ഇത് കൂട്ടിലെ തത്തയാണെന്ന് പറഞ്ഞത് സുപ്രീം കോടതിയിൽ. കേന്ദ്ര ഏജൻസികൾ രാഷ്ട്രീയം കളിക്കുന്നവർ സുപ്രീം കോടതിയില്ലേ? അപ്പോൾ അങ്ങനെ സുപ്രീം കോടതി തന്നെ ഇതുപോലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് സ്വാഭാവികമായിട്ടും ഒരു പ്രതിഷേധിക്കാനുള്ള അവകാശം പ്രതിപക്ഷ പാർട്ടികൾക്കില്ലേ? ഡൽഹി പ്രതിഷേധിച്ചില്ലേ? ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോൾ കോൺഗ്രസിന്റെ പ്രവർത്തകർ ED ഓഫീസിലേക്ക് മാർച്ച് ചെയ്തില്ല. എത്ര പ്രതിഷേധം അവിടെ നടന്നു. അപ്പോൾ പ്രതിഷേധം എന്ന് പറയുന്നത് ഇത് ആദ്യമായിട്ട് സംഭവിക്കുന്നതാണോ? എല്ലാ കാലത്തും സംഭവിക്കുന്നുണ്ട്. ആ പ്രതിഷേധം സമാധാനപരമായിരിക്കണം. പ്രകോപനം ഒരു തരത്തിലും അതിനെ ആരും ന്യായീകരിക്കില്ല, അതിനെ പിന്തുണയ്ക്കുകയില്ല. ഒരു തരത്തിലും അതിന്റെ പരിക്കിനെ കുറിച്ച് ഞങ്ങൾ മനസ്സിലാക്കിയത് ഈ പറയുന്നതൊക്കെ പൊലിപ്പിച്ച വാർത്തകളാണ്. എന്തെങ്കിലും തരത്തിൽ വസ്തുതയുണ്ടെങ്കിൽ ആ വസ്തുത പോലീസിന്റെ കംപ്ലയിന്റിൽ നിന്ന് മനസ്സിലാവും, പോലീസിന്റെ നിലപാടിൽ നിന്ന് വ്യക്തമാകും. അതുമായി ബന്ധപ്പെട്ടിട്ട് എന്ത് നടപടികളും പോലീസ് സ്വീകരിച്ചാൽ അതിനോട് ഞങ്ങൾ പൂർണ്ണ സഹകരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇത്തരത്തിലൊരു വലിയ ആക്രമണം നടന്ന സ്ഥിതിക്ക് CPMന്റെ കൈകൾ ശുദ്ധമാണെന്ന് കാണിക്കുന്ന ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു പെരുമാറ്റമല്ലേ ഉണ്ടാകേണ്ടത്? ഒരു ട്രാൻസ്പെറന്റ് അല്ല. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ട്രാൻസ്പെറന്റ് ആയിട്ടല്ലേ സംസാരിക്കുന്നു. ഞങ്ങൾ എല്ലാ എന്താ പേര് സുഹൃത്തിന്റെ? ഹരികൃഷ്ണ, ഞങ്ങൾ വളരെ സുതാര്യമായിട്ടല്ലേ സംസാരിക്കുന്നത്. എന്തെങ്കിലും ഒളിച്ചു കളിക്കുന്നുണ്ടോ? മാത്രമല്ല, ഞങ്ങളിപ്പോൾ പോലീസുകാരോട് സംസാരിക്കുന്നു, ആരോട് സംസാരിക്കുന്നു ഒക്കെ നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടല്ലേ. ഞങ്ങളിപ്പോൾ എന്തെങ്കിലും തരത്തിൽ ഒളിച്ചു കളിക്കുന്നുണ്ടോ? അതായത് ഈ റെയ്ഡിന് പിന്നിൽ നടന്ന ഒളിച്ചുകളിയൊക്കെ ഇപ്പം നടക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ശരി, ഞങ്ങളുടെ കുറേ പ്രവർത്തകരുണ്ട്. ഞങ്ങൾ അവരോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അഥവാ ആരെങ്കിലും ഇതിൻ്റെ അകത്ത് പ്രതികളായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് അതുണ്ടെങ്കിൽ തരൂ, ഞങ്ങൾ സഹകരിക്കാം അവരെ കണ്ടെത്താൻ വേണ്ടിയിട്ട്. മറിച്ച് ഇപ്പോൾ പോലീസിൽ ഈ പാർട്ടി ഓഫീസിലേക്ക് ഇരച്ചു കയറിയിട്ടൊരു സീനുണ്ടാക്കിയിട്ട് വലിയ പ്രകോപനം, കലാപപരമായിട്ടുള്ളൊരു അന്തരീക്ഷം സൃഷ്ടിക്കണമെന്ന് പോലീസിനും ആഗ്രഹം ഉണ്ടാകാൻ സാധ്യതയില്ല. മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് ഞങ്ങൾ സംസാരിച്ചപ്പോഴും അവർ ആ നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. പക്ഷേ ഈ 50ഓളം ഫോട്ടോസ് ഇതിനോടകം തന്നെ തന്നിട്ടുണ്ട്. അപ്പോൾ ആരൊക്കെയാണെന്ന് ഏതാണ്ട് ഒരു ഊഹം ഉണ്ടാവില്ലേ? അവിടുത്തെ ആ ഒരു പ്രത്യേക സാഹചര്യം ഞങ്ങളുള്ളതുപോലെ നിങ്ങളും ഉണ്ടായിരുന്നല്ലോ. ആ പ്രത്യേക സാഹചര്യത്തിൽ എന്താ സംഭവിച്ചതെന്ന് ഇപ്പം ഞാൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയല്ലോ. ഈ 6:30 മുതൽ എത്ര പോലീസുകാരാണ് ഉണ്ടായിരുന്നത്? ഞങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലൊരു പ്രകോപനം സൃഷ്ടിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആ വീട്ടിലേക്ക് ഇങ്ങനെ ചെറിയ പോരായിരുന്നു. ഞങ്ങൾക്കറിയില്ല. പലരും അവരുടെ വീടുകളിലൊക്കെ പോയിട്ടുണ്ട്. ഇപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ പോലീസിനോട് പറഞ്ഞത്, ഇവരൊന്നും ഒരിക്കലും ഈ രാജ്യം വിട്ട് പോകാൻ പോകുന്നവരല്ലല്ലോ. നമുക്കറിയാവുന്ന ആൾക്കാരല്ലേ ഇവർ പറയുന്നത്. ഇനി ഞങ്ങളുടെ പ്രവർത്തകരാണോ വേറെ വല്ലവരും ആണോ എന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ലല്ലോ. ഞങ്ങളുടെ പ്രവർത്തകർ മാത്രമായിരിക്കണമെന്നില്ലല്ലോ.
ആരെങ്കിലും ഈ പറഞ്ഞ പോലെ ഒരു മിസ്റ്റീഫ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചത് ആയിക്കൂടെ? അതുകൊണ്ട് ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങളും പൂർണ്ണമായും സഹകരിക്കാം. നമ്മളെല്ലാവരും കൂടി സഹകരിച്ച് നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ. ഒരു തരത്തിലും കുറ്റം ചെയ്തവരെ ന്യായീകരിക്കാൻ വേണ്ടി CPM നിൽക്കില്ല. ഇപ്പോൾ ഇതിനകം പോലീസുമായി എന്തെങ്കിലും ഒരു ധാരണയിൽ എത്തിയിട്ടുണ്ടോ? അല്ല, ധാരണയല്ല. ഞങ്ങൾ ഇതിനകത്ത് ഇപ്പം പോലീസുമായിട്ട് ഒത്തുതീർപ്പിൻ്റെ കാര്യമൊന്നുമില്ല. പോലീസ് ഇങ്ങനെ പാർട്ടി ഓഫീസിലേക്ക് കയറാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ എന്താ പറഞ്ഞത്? നിങ്ങൾ കയറി ഒരു സീൻ ഉണ്ടാക്കേണ്ട കാര്യമില്ല. വളരെ വൈകാരികമായിട്ടുള്ള ഒരു അവസ്ഥയാണ് നമുക്കിവിടെ ഉള്ളത്. അതുകൊണ്ട് അത്തരം ഒരു അവസ്ഥയിൽ ഒരു പ്രതിസന്ധി സൃഷ്ടിക്കാൻ പാടില്ല. സമാധാനപൂർവ്വം നമുക്കിത് കൈകാര്യം ചെയ്യാം. ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് എന്ത് സഹകരണം വേണമെങ്കിലും അത് നൽകാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞു.